മുൻ മന്ത്രിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാനുമായിരുന്ന ടി.യു. കുരുവിള അന്തരിച്ചു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. ഇക്കഴിഞ്ഞ മെയ് 12-നാണ് അദ്ദേഹത്തെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ശ്വാസതടസ്സത്തെ തുടർന്ന് അദ്ദേഹത്തെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ടി.യു. കുരുവിള അന്തരിച്ചിരിക്കുന്നത്. അദ്ദേഹം കീരമ്പാറ കോതമംഗലത്ത് ഊഞ്ഞപ്പാറയിലാണ് ജനിച്ചത്. അതിനുശേഷം 2006, 2011 എന്നീ വർഷങ്ങളിൽ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല വി.എസ്. അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ ഇദ്ദേഹം പൊതുമരാമത്ത് മന്ത്രിയായും കുറച്ചുകാലം പ്രവർത്തിച്ചിരുന്നു. 1964-ൽ അദ്ദേഹം എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുൻപ് തന്നെ അദ്ദേഹം സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. എങ്കിലും 1964 മുതൽ 1978 വരെയുള്ള വലിയൊരു കാലം അദ്ദേഹം എറണാകുളം ജില്ലയിലെ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം അദ്ദേഹം 2006 നവംബറിൽ അദ്ദേഹം വീണ്ടും ഈ വി.എസ്. മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് വരികയുണ്ടായിരുന്നു. അതായത് പി.ജെ. ജോസഫിൻ്റെ രാജിയെ തുടർന്നാണ് ടി.യു. കുരുവിള മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നത്. 2006-ൽ പി.ജെ. ജോസഫ് വിമാനയാത്രയ്ക്കിടെ ഒരു വനിതയോട് അപമര്യാദയായി പെരുമാറി എന്ന ആരോപണം ഉയരുകയും ആ വിവാദത്തെയും ആരോപണത്തെയും തുടർന്ന് പി.ജെ. ജോസഫിന് രാജിവെക്കേണ്ടുകയും വരികയായിരുന്നു. ആ പി.ജെ. ജോസഫിൻ്റെ രാജിക്ക് പിന്നാലെയാണ് ടി.യു. കുരുവിള ഈ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷേ അധിക കാലം ആ മന്ത്രിസ്ഥാനത്ത് അദ്ദേഹവും ഇരുന്നിട്ടില്ല. 2007 സെപ്റ്റംബർ 2-ന് ടി.യു. കുരുവിളയും മന്ത്രിസ്ഥാനം രാജിവെക്കുകയുണ്ടായി. ഈയൊരു മന്ത്രിയായിരുന്ന ആ ഒരു വർഷക്കാലം വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നിരുന്നു. മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇടുക്കിയിലെ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം അല്ലെങ്കിൽ ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്നാണ് അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നത്. മൂന്നാറിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഇദ്ദേഹവും നടത്തിയ ടി.യു. കുരുവിളയും നടത്തിയ ഭൂമി ഇടപാടിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഇടുക്കി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് അദ്ദേഹം ഈ ഒരു രാജി വെക്കേണ്ടി വന്നത്. എന്നാൽ പിന്നീട് കളക്ടറുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും ടി.യു. കുരുവിളയ്ക്ക് അനുകൂലമായി വന്നു. കുരുവിള പാർട്ടിക്കും കുരുവിളയ്ക്കുമെതിരായി ഗൂഢനീക്കങ്ങൾ നടന്നിരുന്നു. അതായത് കേരള കോൺഗ്രസിനും അതുപോലെ തന്നെ ടി.യു. കുരുവിളയ്ക്കുമെതിരെ ഗൂഢനീക്കങ്ങളുടെ ഭാഗമായാണ് ഈ റിപ്പോർട്ടുകളെന്ന് പി.ജെ. ജോസഫ് ആരോപിച്ചിരുന്നു. അവസാനം 2008 മെയ് 15-ൽ ഇദ്ദേഹത്തിനെതിരായ കേസിൽ ടി.യു. കുരുവിളയ്ക്കെതിരായ കേസിൽ തെളിവുകളൊന്നുമില്ല എന്ന് പോലീസ് തന്നെ കോടതിയെ അറിയിക്കുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന് രാജി വെക്കേണ്ടി വന്നിരുന്നു. 2007-ലായിരുന്നു രാജി. അതിനുശേഷം 1 വർഷം കഴിഞ്ഞാണ് ആ കേസിൽ ഇദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നുമില്ല എന്ന് ഒരു കോടതിയെ പോലീസ് അറിയിക്കുന്നത്. അതിനുശേഷം 2011-ൽ അദ്ദേഹം വീണ്ടും കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ളൊരു ചുമതലയിലും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ മുൻ മന്ത്രിയും അതുപോലെ തന്നെ കേരള കോൺഗ്രസിൻ്റെ വളരെ സീനിയർ ആയിട്ടുള്ള നേതാവുമായ ടി.യു. കുരുവിള അന്തരിച്ചിരിക്കുകയാണ്. എറണാകുളം കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഈ കഴിഞ്ഞ മെയ് 12 മുതൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിനു പുറമെ ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ന്യൂമോണിയ മൂർച്ഛിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് അദ്ദേഹത്തെ
കൊച്ചി ആസ്റ്റർ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഒന്നുമില്ലാതെ തന്നെ തുടരുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. രാത്രി ഏതാണ്ട് 9 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. കൊച്ചിയിലെ ആസ്റ്റർ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ, അതുപോലെ തന്നെ VS മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രി, അതുപോലെ തന്നെ 2006-2011 വർഷങ്ങളിൽ കോതമംഗലം നിയോജക മണ്ഡലം MLA മുതലായ സ്ഥാനങ്ങളെല്ലാം അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം കോതമംഗലം ഊഞ്ഞാപ്പാറ എന്ന സ്ഥലത്ത് ഉതുപ്പ് മറിയം ദമ്പതികളുടെ മകനായി 1936 ജനനം. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കരസ്ഥമാക്കിയിട്ടുണ്ട് അദ്ദേഹം. അതിനു പുറമെ ലണ്ടനിലെ സൗത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓണററി ഡീലിറ്റ് ബിരുദവും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. രാഷ്ട്രീയത്തോടൊപ്പം തന്നെ അദ്ദേഹം കൃഷിയിലും അതുപോലെ തന്നെ വ്യവസായത്തിലും തൽപരനായിരുന്നു എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു കർഷകൻ എന്ന പേരിലും അദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല കാർഷിക രംഗത്തും അദ്ദേഹം സജീവമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനുമായ TU കുരുവിള അന്തരിച്ചിരിക്കുകയാണ്. 90-ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. 3 ആഴ്ചയോളം തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്.